ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിജു എബ്രഹാം. ഞാൻ ഇന്നിവിടെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കാൻ അതിന് കാരണമുണ്ട്. രാവിലെ ഞാൻ ഇന്നിപ്പോൾ റേഷൻ കടയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു പ്രത്യേക സംഭവം കണ്ടു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇന്ന് പണ്ടപ്പള്ളിയിൽ റേഷൻ വാങ്ങാൻ വന്നപ്പോൾ റേഷൻ കടയുടെ മുമ്പിലായിട്ട് അവശ്യ നിലയിൽ കാണപ്പെട്ട പ്രാവാണിത്. ഇത് കുറേ നേരമായിട്ട് ഈ കടയുടെ മുമ്പിലുണ്ടെന്നാണ് റേഷൻ കടയിലെ ചേട്ടൻ വന്നത്. എന്നായാലും ഇതിവിടെ പറന്നായിരിക്കില്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള റേഷൻ അരി കഴിച്ചതിന് ശേഷം ആയിരിക്കാം ഇത് ഇത്ര അവശ്യ നിലയിലായത്. കണ്ടോ, ഇതിന് പറക്കാൻ പറ്റുന്നില്ല. ഇത് പറക്കാൻ നോക്കുന്നുണ്ട്, പറന്നു പോകാൻ നോക്കുന്നുണ്ട്, പക്ഷേ അതിന് പറ്റുന്നില്ല. അത് അത്രമാത്രം അവശ്യ നിലയിലാണിത്. അപ്പോൾ നമ്മുടെ ഈ റേഷൻ അരി കഴിച്ചിട്ടാണോ ഇത് ഈ അവശ്യ നിലയിലായത് എന്നാണ് എൻ്റെ സംശയം. ഇന്ന് റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ കണ്ട സംഭവമാണ് ഇത്. കണ്ടോ, വെളുത്ത അരിമണികൾ പോലെ കിടക്കുന്നുണ്ട്. ഇത് നമുക്ക് പോഷണക്കുറവുണ്ടെന്നും പറഞ്ഞ് സർക്കാർ ചേർത്ത് വിടുന്നതാണിത്. അപ്പോൾ നമുക്ക് എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കാൻ പോലുള്ള അവകാശം സർക്കാർ തരുന്നില്ല. ഇതെല്ലാവർക്കും ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അതെങ്കിലും ഇത് വേണ്ടാന്നുള്ളവർക്ക് ഇതില്ലാതെ തന്നെ റേഷൻ അരി കൊടുത്തുകൂടെ? ഇതാണ് എൻ്റെ ചോദ്യം. നമ്മൾ പ്രാവിനെ കുറിച്ചുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞു. അതുകൂടാതെ വാങ്ങിയിരിക്കുന്ന അരിയെക്കുറിച്ചുള്ള വീഡിയോയും കണ്ടു കഴിഞ്ഞു. അപ്പോൾ റേഷൻ കടക്കാരനോട് ചോദിച്ചപ്പോൾ റേഷൻ കടക്കാരൻ പറഞ്ഞത്, ചേട്ടൻ പറഞ്ഞത്, ഇത് ഇവിടെ നിന്നുള്ള അരി കഴിച്ചിട്ട് ഇതിന് വയ്യായതായതാണോന്ന് ചേട്ടനൊരു സംശയം പറഞ്ഞു. അത് ചേട്ടനും തമാശ രൂപേണയാണ് പറഞ്ഞത്. എന്നാലും ഇതിനകത്ത് എന്തെങ്കിലും ഒരു സത്യമുണ്ടോ ഉള്ള കാര്യത്തിലാണ് എനിക്ക് സംശയം. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ വേണ്ടി പോയിരുന്നു ലോറിയിൽ. അപ്പോൾ അങ്കമാലി ഗോഡൗണിൽ അവിടെ നിന്നാണ് FCIയുടെ ഗോഡൗണിൽ നിന്ന് അരി എടുക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടേക്ക് ഒത്തിരി പ്രാവുകൾ ചത്തു കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ അരിയും ഗോതമ്പൊക്കെ കഴിച്ചിട്ട് വയറ് വീർത്ത് ചത്തുപോയതെന്നാണ് അന്ന് എനിക്ക് കിട്ടിയ വിവരം. പക്ഷേ ഞാൻ ആ ഗോഡൗണിൽ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് അരി ഇങ്ങനെ ഗോഡൗണിൽ അട്ടിയിട്ട് വെച്ചിരിക്കുന്നു. അതിന് പുറമേക്ക് ഭയങ്കര സ്പ്രെയർ വെച്ചിട്ട് മരുന്നടിക്കുന്നതായിട്ട് കണ്ടു. കാരണം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അടിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം റേഷൻ അരിക്ക് പ്രത്യേക ഒരു സ്മെല്ലുണ്ടെന്നുള്ള കാര്യം. അപ്പൊ ഇത് ഏതൊക്കെ രീതിയിലുള്ള കീടനാശിനികൾ അല്ലെങ്കിൽ കേടാവാതിരിക്കുന്ന സാധനങ്ങൾ ചേർത്താ വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അത് കഴിച്ചിട്ടാണോ ഈ പ്രാവിന് വയ്യാകെ എന്നുള്ളതാണ് എന്റെ സംശയം. അതുകൂടാതെ നമ്മൾ ഇന്ന് വാങ്ങിയിരിക്കുന്ന അരിയും കണ്ടു കഴിഞ്ഞു. അതിനകത്ത് പ്രത്യേക രീതിയിലുള്ള അരിമണികൾ. ഇതിപ്പോൾ കേരളത്തിലേക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഈ പോഷകക്കുറവിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം നമ്മുടെ അരിയിൽ മാത്രം ചേർത്ത് വരുന്ന ഒരു അരി എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഇത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ മൊത്തത്തിൽ ഉണ്ടോയെന്നും അറിയില്ല. റേഷൻ കടയിലെ ചേട്ടൻ പറഞ്ഞ വിവരമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള എന്നായാലും കേരളത്തിലുള്ള ആളുകൾക്ക് അതിന് മാത്രം പോഷകക്കുറവ് എല്ലാവർക്കും ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയമുണ്ട്. ഉണ്ടായിരിക്കാം, പോഷകക്കുറവുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു കാര്യം എല്ലാ ജനങ്ങൾക്കും അടിച്ചേൽപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഈ പ്രാവിന്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിന് പറ്റില്ല. അത് വേറെ വല്ല അസുഖം കൊണ്ടാണ് പറക്കാൻ കഴിയുക എന്നുള്ള സംശയം സ്വാഭാവികം. അതുകൂടാതെ ഇവിടുന്ന് അരി ഇറക്കുമ്പോൾ ചാടിയിരിക്കുന്ന ഈ മണികൾ കൊത്തി കഴിച്ച് അതിന് വയ്യായിക വന്നിരിക്കുന്നതാണോ എന്ന് സംശയം. അപ്പൊ ഇതുപോലുള്ള സാധനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും എന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പച്ചക്കറികളിലും മുഴുവൻ വിഷം, മീനുകളിലും മുഴുവൻ വിഷം. പക്ഷെ ഇതൊന്നും പരിശോധിക്കാൻ സർക്കാരിന് യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ല, അല്ലെങ്കിൽ ഇതൊന്നും ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നില്ല. എന്നാൽ ബാക്കി ഒത്തിരി കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ ആരെങ്കിലും ഒരു ഹെൽമെറ്റ് വെക്കാതെ പോയി കഴിഞ്ഞാൽ അപ്പൊ ചെക്കിങ് ചാടി വീഴുന്നു. ജനങ്ങളെ മൊത്തം വിഷം കൊടുത്ത് കൊല്ലുന്ന ഈ ഭക്ഷ്യ വിഭവ വകുപ്പ് എന്ന് തന്നെ പറയാം. കാരണം ചെക്കിങ് ഇവരുടെ ഉത്തരവാദിത്തമാണ്. അവർ ചെയ്യാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. ഇതെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് ഇത്ര കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, നന്ദി, താങ്ക് യു.